ഞങ്ങളുടെ ടേസ്റ്റി കിൻസ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ട കബാബാണ്. ഈ കബാബ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ ഒരു 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് പുഴുങ്ങിയിട്ട് ഒരു 4 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതൊന്ന് മാറ്റി വെക്കാം. പിന്നെ ഈ മുട്ട കബാബ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഉരുളക്കിഴങ്ങ് കൊണ്ടൊരു മസാല ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ മുട്ട കബാബിന് വേണ്ടിയുള്ള പൊട്ടറ്റോ കൊണ്ടുള്ള മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഈ പാനിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് അതിലോട്ട് ഒരു 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു സവോളയും അതുപോലെ തന്നെ ഒരു 3-4 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ഉണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ സവാളയൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പിരിയമുളകിൻ്റെ പൊടിയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിത് അല്പം എരിവ് ഉള്ള ഒരു മസാലയായിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ ഈ എഗ് കബാബ് ഉണ്ടാക്കുമ്പോൾ അല്പം എരിവുള്ളതായിരിക്കും നല്ലത്. തീ കുറച്ച് വെച്ചിട്ട് ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി അതിലോട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഞാൻ ഒരല്പം പുളിക്ക് വേണ്ടി ഒരല്പം നാരങ്ങാനീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ആ വേവിച്ച് നന്നായിട്ട് ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മസാലയായിട്ട് ചേർത്ത് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കണം. എന്നാലുള്ള ഉരുളക്കിഴങ്ങിൻ്റെ എല്ലാ ഭാഗത്തും മസാല നന്നായിട്ട് പിടിക്കത്തുള്ളൂ. കുറച്ച് കറിവേപ്പില ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ആക്കാൻ പോവാണ്. അത് കഴിഞ്ഞ് ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഇത് നമുക്ക് ഒന്ന് ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കണം. നമ്മുടെ കയ്യിലോട്ട് അല്പം എണ്ണമയം പുരട്ടിയിട്ട് ഈ ഓരോ ബോളുകളും എടുത്ത് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അതിനുശേഷം അതിലോട്ട് ഓരോ മുട്ടയുടെ പീസും കൂടെ വെച്ചിട്ട് നന്നായിട്ട് അത് കവർ ചെയ്ത് നല്ല ഷേപ്പിലത് ഉരുട്ടിയെടുക്കാം. ഇതുണ്ട് ഏകദേശം ഒരു ഉന്നക്കാടൊക്കെ ഷേപ്പിലാണ് ഇത് ഉരുട്ടിയെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ളതും നന്നായിട്ട് പരത്തി ഇതുപോലെ കവർ ചെയ്തെടുക്കാം. ഈ മുട്ട കൊണ്ടുള്ള കബാബെല്ലാം ഞാനിവിടെ ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇത് നന്നായി ബീറ്റ് ചെയ്ത ഒരു മുട്ടയിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് അതിന് ശേഷം നമുക്കിത് ബ്രെഡ് ക്രംസിൽ ഒന്ന് കവർ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരല്പം പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓരോ കബാബും എടുത്തിട്ട് ഈ ബീറ്റ് ചെയ്ത മുട്ടയിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം അത് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കാം. ഇത് എടുക്കുമ്പോൾ സൂക്ഷിച്ച് വേണം, അത് പൊടിഞ്ഞു പോകാതിരിക്കാൻ നോക്കണം. സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ ഉരുളക്കിഴങ്ങൊക്കെ ഇങ്ങനെ അടർന്നു പോകാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഇതുപോലെ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തെടുക്കാം. ഈ മുട്ട കബാബൊക്കെ ഒന്നിനി ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ ഉള്ളൂ ഇത് ഇട്ട് ഫ്രൈ ചെയ്യാവുള്ളൂ. ഇത് എണ്ണയിലോട്ട് ഇട്ടതിന് ശേഷം തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. തീരെ ലോ ഫ്ലെയിം വെച്ചാൽ ഇത് എണ്ണ കുടിക്കുകയും ചെയ്യും. ഒത്തിരി ഹൈ ഫ്ലെയിം ആണെങ്കിൽ ഇത് കരിഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ട് എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ മാത്രമേ ഉള്ളൂ ഇത് ഫ്രൈ ചെയ്തെടുക്കാവുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കണം. എന്നാൽ ഇത് എണ്ണയിലോട്ട് ഇട്ട ഉടനെ ഇത് തിരിച്ചിടരുത്. അങ്ങനെ ചെയ്താൽ ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ സാധാരണ കട്ട്ലേറ്റൊക്കെ പൊരിച്ചെടുക്കുന്ന ആ രീതിയിൽ തന്നെ ഇതങ്ങ് ഫ്രൈ ചെയ്തെടുത്താലും മതി.
ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇതിന് എണ്ണയിൽ നിന്ന് മാറ്റി ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് എടുത്ത് വെക്കാം. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് എണ്ണയിലോട്ട് ഇടുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് വേണം ഇടാൻ. പതുക്കെ ഉള്ളൂ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാവുള്ളൂ. ഇഫ്താർ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. മുട്ടയൊക്കെ എല്ലാവരുടെയും വീട്ടിലും ഉള്ളതാണല്ലോ. അതുപോലെ തന്നെ പൊട്ടറ്റോ ആണെങ്കിലും നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴും ഉള്ള സാധനം തന്നെയാണ്. ഇതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ എഗ് കബാബ്. ഇതിപ്പോൾ നമ്മളിങ്ങനെ ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കുവാണെങ്കിൽ കുറച്ച് ദിവസം ഇരിക്കും. പിന്നെ നമുക്ക് പൊരിക്കാൻ നേരം അത് അതിൻ്റെ തണുപ്പ് മാറിയതിന് ശേഷം ഒന്ന് പൊരിച്ചെടുത്താലും മതി. ഇതും ഇപ്പോൾ ആയിട്ടുണ്ട്. അത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. മുട്ട കൊണ്ടുള്ള ഈ കബാബിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അതുപോലെ ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും അടിപൊളിയായിട്ടുള്ള നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ടേസ്റ്റി ക്വീൻസ്.